ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ചാനലത്തെ സെക്കൻഡാമത്തെ വ്ളോഗാണ്. സോ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഈദിനുള്ള ഡ്രസ്സ് വാങ്ങാൻ പോകാണ്ട്. അപ്പം ഞാൻ കരുതി ഒരു വ്ളോഗാക്കി സെറ്റപ്പാക്കി ഇടാമെന്ന്. പിന്നെ ഞാനൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയത്. ഇന്ന് സാധാരണ പുറത്തൊക്കെ ഇറങ്ങലില്ല കേട്ടോ, അവിടുത്തെ ചൂടിൻ്റെ കാരണം കൊണ്ട്. അപ്പം ഇന്ന് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഗ്രോസറി ഷോപ്പാണിത്. അപ്പോൾ അവിടെ പോയിട്ട് എനിക്കൊരു ബ്രെഡ് വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ 2 ഐസ്ക്രീമും വാങ്ങിയിട്ടുണ്ട്. അത് വിചാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒരു 7 ഡേയ്സിൻ്റെ ഇത് കാണിച്ചെന്നില്ലേ, അത് നല്ല ടേസ്റ്റ്. എൻ്റെ ഫേവറേറ്റ് ആണ് എൻ്റെ ചോക്ലേറ്റിൻ്റെ ആ സംഭവം. നല്ല ടേസ്റ്റാണ് അതിന്. ഇതെല്ലാം വാങ്ങി ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഏകദേശം നൈറ്റ് ആകുമ്പോഴാണ് നമ്മൾ പോകുന്നത്. അതായത് രാവിലെ ഒന്നും ഉപ്പ് കൂടില്ല. അപ്പോൾ രാത്രി എന്തായാലും പർച്ചേസിങ്ങിന് പോകാൻ വിചാരിച്ച് വീട്ടിലെത്തി ഞാനൊരു കോഫിയും ബ്രെഡിൻ്റെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ നൈറ്റാണ് ഇതാ പോകാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിന് ഞാൻ ലാസ്റ്റ് ഡേ, അതായത് ലാസ്റ്റ് ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ് ഡ്രസ്സ് എടുത്തത്. അതും ഞങ്ങൾ ദമാമ് പോയിട്ടാണ് എടുത്തത്. അപ്പം ആ ഒരു ഡ്രസ്സ് എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. അങ്ങനെയല്ല, പെട്ടെന്ന് തിരക്കെടുത്തിട്ട് എടുത്തത്. അതുകൊണ്ട് എനിക്കത് വലിയ ലൈക്കായിട്ടില്ല. ഇനി പോകുന്ന വഴിക്ക് നല്ലൊരു ഹൈദരാബാദി ചായ കുടിച്ചത് നല്ല ടേസ്റ്റ് ആട്ടോ. ആ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഹൈദരാബാദി ചായക്ക്. സോ അതും കുടിച്ച് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഷോപ്പ് ഏതാന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ 3 ഷോപ്പിൽ പോയിട്ടുണ്ട്. അതായത് സെൻറ്റർ പോയിന്റ്, H&M, മാക്സ്, ഈ 3 ഷോപ്പിൽ നമ്മൾ പോയിട്ടുണ്ട് ഒരു ഡ്രസ്സ് വാങ്ങാൻ. ആദ്യം നമ്മൾ പോയത് മാക്സിലേക്ക് തന്നെയായിരുന്നു. ഫസ്റ്റ് നമ്മൾ മാക്സ് പോകാന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു പോകുന്നത്. അവിടെ അടുത്ത് തന്നെയാണ് H&M എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്കും വിട്ടത്. അങ്ങനെ ആദ്യം മാക്സിലേക്ക് പോയി. ഈ ഒരു ഡ്രസ്സും ഈ ഒരു പാൻറ്റും എനിക്ക് നല്ലോണം ഇഷ്ടമായി. അങ്ങനെ അത് വാങ്ങാമെന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ പറഞ്ഞത് അവിടെ അടുത്ത് തന്നെയാണ് മറ്റേ ഷോപ്പുകളൊക്കെ, നമുക്ക് ആടേക്കും പോകാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ ബാഗിൻ്റെ സെക്ഷനിലെത്തി. നമുക്ക് ഇങ്ങനത്തെ മിരി തിളങ്ങുന്ന ബാഗൊക്കെ ഇഷ്ടമാണ്. പിന്നെ എനിക്കാണ് ഈ ഒരു ബാഗ് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇവിടുന്ന് ബാഗ് വാങ്ങിക്കുന്നത്, ബട്ട് ഈ ബാഗല്ല, വേറൊരു ബാഗ് കേട്ടോ ഞാൻ വാങ്ങിയത്. ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട്. സോ ഇത് എൻ്റെ അരിയത്തിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഓക്ക് വാങ്ങണ്ടേ എന്നുള്ള നിപ്പിലാണ് ഞങ്ങൾ. ഉമ്മൻ്റെ ചില ഡ്രസ്സൊക്കെ എനിക്ക് ഇഷ്ടമാവും സെലക്ട് ചെയ്യുന്നത്, ചിലത് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് എനിക്കത് ഇഷ്ടമായിട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞെടുക്കും. പിന്നെ ഇവിടെ നല്ലൊരു കോമഡി ഉണ്ട് ഗൈസ്. ഉമ്മ പറയുന്നുണ്ട് നാട്ടിൽ കിട്ടാത്ത ഡ്രസ്സ് ഈ ഇവിടെ നിന്ന് എടുക്കണം എന്ന്. എന്നിട്ട് ഉമ്മ കാണിച്ചിരുന്ന ഡ്രസ്സ് ചെയ്താൽ നിങ്ങൾ നോക്കണേ. അത് നാട്ടിൽ കിട്ടൂല, നാട്ടിൽ കിട്ടില്ല. കാണിച്ചിരുന്ന ലൈൻസിൻ്റെ ഡ്രസ്സ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം 2-3 ലൈൻസിൻ്റെ വേറെ കളേഴ്സുള്ള ഡ്രസ്സ്. ആ യെല്ലോ കളർ ഡ്രസ്സ് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ H&M ഈലിങ്കാട്ടും നല്ല ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ H&M പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ H&M ഞാൻ എക്സ്പെക്റ്റ് ചെയ്തോണ്ടുള്ള ഡ്രസ്സൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ വന്ന സ്ഥിതിക്ക് ഒരു മിറർ സെൽഫി ഒക്കെ ആവാമല്ലോ, അതുകൊണ്ട് മിറർ സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇവിടുത്തെ ബാഗൊക്കെ ഭയങ്കര ഇഷ്ടമായി കിട്ടോ. ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇവിടെ കുഞ്ഞി ചുറ്റി കറങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വീഡിയോസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നിന്ന് നമ്മൾ നേരെ സെൻറ്റർ പോയിന്റിലേക്കാണ് വിട്ടത്. ബട്ട് സെൻറ്റർ പോയിന്റും എനിക്ക് നിരാശയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ നമ്മൾ ഡ്രസ്സ് വാങ്ങാണ്ട് ഉദ്ദേശിച്ച് പോകുമല്ലോ, ആ ഒരു ടൈം നല്ലോണം ഡ്രസ്സ് ഉണ്ടാവേ. പക്ഷേ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ച് പോകുമ്പോൾ ഒരു വക സാധനം ഉണ്ടാവില്ല. അതേപോലെ തന്നെ സെൻറ്റർ പോയിന്റിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നൊരു പ്ലാനും ചെയ്യാണ്ട് പോകുമല്ലോ, അങ്ങനെ പോയപ്പോൾ നല്ലോണം ഡ്രസ്സ് ഉണ്ടായിരുന്നേ. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതിൽ നല്ല ഇഷ്ടമായത് എനിക്ക് ആ യെല്ലോ ഡ്രസ്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ നമ്മളിങ്ങനെ ചപ്പൽസ് ഒക്കെ നോക്കുന്നുണ്ട്. അപ്പം എൻ്റെ അമ്മ പറയണ്ടേ അതൊന്നും ഫിക്സ് ചെയ്യാണ്ട് ഇപ്പോൾ കല്യാണത്തിൻ്റെ നോക്കുന്നു. കല്യാണത്തിൻ്റെ വേറെ ഒന്നും ഫിക്സ് ആക്കിയിട്ടില്ലെങ്കിലും ഉമ്മ വേഗം ചെരുപ്പിനെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. അത് വേണമെന്ന് എൻ്റെ ഉമ്മ ചോദിച്ചത്. ഡ്രസ്സൊന്നും എനിക്ക് വലിയ തൃപ്തി വരാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ സെൻറ്റർ പോയിന്റിലേക്ക് പോയത്. അവിടെ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു ഗൈസ്. പക്ഷേ ചെറിയ കുട്ടി ഡ്രസ്സുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുള്ള കുഞ്ഞു മക്കളുടെ ഡ്രസ്സുണ്ട്. പക്ഷേ അതിപ്പോൾ നമുക്ക് വേണ്ടല്ലോ, അതുകൊണ്ട് അതൊക്കെ അവിടെ വെച്ച്. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഇല്ലാത്തതിനോണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നില്ലേ ഇവിടെ നിന്ന് ഒരു ഡ്രസ്സ് ഞാനിപ്പോൾ കാണിച്ചത്. ഈ ഒരു ഡ്രസ്സില്ലേ, ഈ ഒരു ഡ്രസ്സ് ഇതിൻ്റെ ഒരു ബ്ലൂ കളറിൻ്റെ എടുത്തിട്ടുണ്ടടാ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയത്. അപ്പം പിന്നെ അവിടെ നിന്ന് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് വേറെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബട്ട് തൃപ്തിയായില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ച്. പിന്നെ ഇങ്ങനത്തെ കുറേ ആക്സസറീസ് അതും കണ്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്തത് ഒരു ലിപ്സ്റ്റിക് കണ്ട്. ലിപ്സ്റ്റിക്ക് തീരാനായിരുന്നു, അതുകൊണ്ട് അത് ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് ചൈൽഡ്ഹുഡ് മെമ്മറീസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ നോമ്പൊക്കെ നോറ്റിട്ടായിരിക്കും നമ്മൾ ചെറിയ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോവുക. അപ്പം എനിക്ക് പെട്ടെന്ന് ഡ്രസ്സ് കിട്ടും. അതായത് ഞാൻ ഡിസ്പ്ലേയിൽ കാണുന്ന ഡ്രസ്സ് എനിക്കത് ഇഷ്ടമാവും. പെട്ടെന്ന് ഇഷ്ടമായിട്ട് ഞാനത് മതി എന്ന് പറയും. പക്ഷേ എങ്കിൽ എൻ്റെ അനിയത്തിക്ക് കിട്ടുക എന്ന് പറയുന്നത് റബ്ബേ ഒരു പണിയായി. അവൾക്ക് ആ തല തൊട്ടുള്ള ഷോപ്പ് തൊട്ട് ഈ തല വരെ കണ്ടാലേ അവൾക്ക് അവിടെ നിന്ന് ഏതെങ്കിലും ഒന്ന് കിട്ടും. അതന്നെ ചിലപ്പോൾ രസം ഉണ്ടാവില്ല, വീട്ടിലെത്തുമ്പോൾ കളർ ഉണ്ടാവില്ല, അത് മാറ്റണം, പിന്നെ മാറ്റി വാങ്ങൽ. ഓളത് അങ്ങനെയാണ് ഡ്രസ്സിങ്ങിൻ്റെത്. ഇപ്പോൾ ഒക്കെ എന്ന് പറയുന്നത് ഞാൻ പോകണം അവളെ കൂടെ. എന്നിട്ട് ഞാൻ
രസമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഒക്കെ കുറച്ചും കൂടി തൃപ്തി വരിക. അല്ലെങ്കിൽ ഒക്കെ ഒറ്റക്കെടുക്കാൻ പോകാന്ന് പറയുന്നത് ടാസ്ക്കാണ്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കേട്ടോ ഷീഗ്ലമിൻ്റെ ബ്ലഷ് എടുത്തിരുന്നത്. സോ ഇവിടുന്ന് ഞാനൊരു ലിപ്സ്റ്റിക്കും വാങ്ങി നേരെ മാക്സിൽ പോയി ഈ ഒരു ബാഗും പിന്നെ നമ്മളെ മറ്റേ യെല്ലോ ഡ്രസ്സും വാങ്ങിയിട്ട് തിരിച്ച് ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇതിൻ്റെ പർച്ചേസിങ് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളെ കമൻറ്റ് മറക്കണ്ട.